So hi guys, welcome to another episode of the Sleep Podcast. ഇന്ന് നമ്മളോടുള്ള ഡോക്ടർ അജയ് ആണ്. Hi sir. Hi. Dr. Ajay is a pediatrician. So first ഡോക്ടർ ജസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും. എൻ്റെ പേര് ഡോക്ടർ അജയ്. ഞാൻ ഐ എം വർക്കിംഗ് ആസ് എ റെസിഡന്റ് ഡോക്ടർ ഇൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഇൻ ബാംഗ്ലൂർ. അപ്പം ഐ ഫിനിഷ് 3 years ഓഫ് മൈ റെസിഡൻസി. സോ അപ്പം ഐ ഹാവ് ലൈക്ക് 3 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എ റെസിഡന്റ്. സോ ലൈക്ക് ഈ പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് തന്നെ എടുക്കാൻ എന്തായിരുന്നു മെയിൻ റീസൺ? അങ്ങനെ ദർ വാസ് നോ സ്പെസിഫിക് റീസൺ ആസ് സച്ച്. ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലിനിക്കൽ ബ്രാഞ്ച്. അപ്പം ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ പീഡിയാട്രിക്സ് എന്നുള്ളൊരു ഇതായിരുന്നു. ഐ വാസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ സർജറി. Then uh, somehow I ended up in pediatrics. പക്ഷേ അത്ര it was not planned, but I'm really happy now that I'm in pediatrics. I made the right choice എന്ന് ഇപ്പൊ തോന്നുന്നു. I see. So ഒരു ഡെയിലി റുട്ടീൻ ലൈക്ക് ദ മൊമെന്റ് വെൻ യു വേക്ക് അപ്പ് ടിൽ ലൈക്ക് യു ഗോ ടു യുവർ ഡ്യൂട്ടി ആൻഡ് ദെൻ കം ബാക്ക്, ആ ഒരു റുട്ടീൻ എങ്ങനെ ആയിരിക്കും? ഒരു ഡേ ടു ഡേ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഓക്കെ, അപ്പോ ഇനീഷ്യലി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ ഓഫ് റെസിഡൻസി വി യൂസ് ടു ഡു ലൈക്ക് 10 നൈറ്റ് ഡ്യൂട്ടീസ് ഇൻ എ മന്ത്. അപ്പം ആ 10 നൈറ്റ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ സോ ഡ്യൂട്ടി വിൽ സ്റ്റാർട്ട് ഫ്രം ഓൾമോസ്റ്റ് ലൈക്ക് 8 o'clock in the morning. നമ്മൾ 8 o'clock പോയി വിൽ ബി ഇൻ അവർ വാർഡ് ബൈ 8:15 ഓർ സംതിങ്. 9 o'clock നമ്മൾ റൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും. റൗണ്ട്സ് കഴിയുമ്പോഴത്തേക്കും 11 o'clock ആവും. പിന്നെ പോസ്റ്റ് റൗണ്ട്സ് യു ഹാവ് ഓൾ ദറ്റ് വർക്ക് അപ്പ്, എന്തൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദെൻ മോസ്റ്റ്ലി ഇൻ ദ ആഫ്റ്റർനൂൺസ് വി ഹാവ് ക്ലാസ്. അപ്പം ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വന്ന് സോ ടിൽ 4 o'clock 4:30 നമ്മുടെ ഹോൾ ടീം വിൽ ബി ദർ. ലൈക്ക് വി ആർ അറൌണ്ട് എത്ര കുറച്ച് റെസിഡൻസ് ഉണ്ട് നമ്മൾ. എവരി വൺ വിൽ ബി ദർ. ആൻഡ് ആഫ്റ്റർ 4 o'clock two of us will be on duty. രണ്ടുപേരുണ്ടാവും ഡ്യൂട്ടിയിൽ. ആൻഡ് വി ടേക്ക് കെയർ ഓഫ് എവറിഥിങ് ടിൽ ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് 8 o'clock till the other people come. And then we'll have to stay back again till the next day 4 o'clock 4:30 till that day is over. It's basically a 36-hour shift. So 36 into 10 in a month. അങ്ങനെയാണ്. ആൻഡ് അതർ ഡേയ്സ് 9 to or 8 to 4:30 അങ്ങനെ. സോ ഇപ്പൊ ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ വാസ് നൈറ്റ് ഷിഫ്റ്റ്. ഇന്നലെ രാവിലെ 8 മണിക്ക് പോയതാണ് ഞാൻ. ഇന്നിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് ബൈ ദ ടൈം ഐ കെയിം ബാക്ക് ഇറ്റ് വാസ് 6 o'clock. അപ്പം അങ്ങനെ സോ ഇയേഴ്സ് കൂടുന്നതോറും ലൈക്ക് ഡ്യൂട്ടീസ് നമ്പർ വിൽ കുറയും. പക്ഷേ ബട്ട് ദ വർക്ക് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. നമ്മളുള്ള സമയത്ത് നൈറ്റ്ലി യു ഗെറ്റ് കോൾസ് ലൈക്ക് യു വിൽ ബി കോൾഡ് ഫോർ ഓൾ കാഷ്വാലിറ്റി കേസസ് അല്ലെങ്കിൽ വാർഡിലെ ബേബീസിന്റെ കേസസ്. Then we'll have to attend delivery babies receive ചെയ്യുമ്പോൾ. So we get like in the hospital we have on an average around 6 to 7 or it might go up to 10 13 deliveries in a day. So they'll expect you to be there. അപ്പോൾ അങ്ങനെ സോ നമ്മൾ ലൈക്ക് ഒന്ന് കിടക്കാൻ പോകുമ്പോഴായിരിക്കും ഒന്ന് തല ചായ്ക്കാന്ന് പറയുമ്പോഴത്തേക്കും you'll get the next call. There is a delivery happening, you have to come എന്ന് പറഞ്ഞിട്ട് then you'll run again. സോ അങ്ങനെ ലൈക്ക് ഇങ്ങനെ ഈ സ്ലീപ്ലെസ് ആയിട്ട് ഇത്രയും ലോങ് ഷിഫ്റ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ പെർഫോമൻസിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നത്തില്ലേ? നമ്മുടെ കോർഡിനേഷൻ കോഗ്നിഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് കുറയുന്നതായിട്ട് തോന്നത്തില്ലേ? അത് ബാധിക്കാറില്ലേ? ഇല്ലാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലൈ. ബിക്കോസ് സി ആഫ്റ്റർ ഓൾ യു ആർ ഓൾ ഹ്യൂമൻസ്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ 8 മണിക്ക് 9 മണിക്ക് വെൻ യു സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ റൗണ്ട് യു വിൽ ഓൾറെഡി ബി നമ്മൾ വിൽ ബി കോൾഡ് സോംബീസ്. ദെൻ നമ്മൾ ഫുൾ ഒരു ഡിസോറിയന്റഡ് മൂഡായിരിക്കും. പിന്നെ ഫുൾ നമുക്ക് പകുതി മുക്കാലും ജസ്റ്റ് ഗോയിങ് അബവ് യുവർ ഹെഡ്. Some people like it will be evident on the face. Like some people they'll get used to it. പിന്നെ നമുക്ക് അറിയാത്ത പോലെയാവും അങ്ങനെ. But definitely yes, the next day your productivity level will come down so much. ആ നെക്സ്റ്റ് ഡേ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് that class I think 90% of the people will just sleep. എവിടെയെങ്കിലും പുറകെ പോയിട്ട് തലയും ചാരി they'll just sleep off. സോ അപ്പൊ ഈ നൈറ്റ് ഷിഫ്റ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ടു സ്റ്റേ അവേക്ക് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ലൈക്ക് യു ഡ്രിങ്ക് കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? Like ഒരു caffeine trip ഉണ്ടെങ്കിൽ we could have just used it. It's not there. അതുകൊണ്ട് like you'll just go on taking coffee കുടിച്ചോണ്ടേ ഇരിക്കും. Not like കുടിച്ചോണ്ടേ ഇരിക്കുന്ന like probably like 1 or 2 coffees അത്ര. ഒരു നൈറ്റ് ഷിഫ്റ്റിൽ രണ്ടെണ്ണെങ്കിലും ടു കോഫീസ്. സോ ഈ Yeah. റീസെന്റ് ടൈമില് ലൈക്ക് ചിൽഡ്രൻസിന്റെ കേസിലോട്ട് വരുമ്പോൾ ദേ ഹാവ് ബീൻ യൂസിങ് ലൈക്ക് കിഡ്സ് വളരെ യങ് ഏജിൽ തന്നെ അവർക്ക് ടാബ്ലറ്റ്സ് ഫോൺസ് സ്മാർട്ട് ഫോൺസ് ഒക്കെ കൊടുക്കുമല്ലോ പാരന്റ്സ് തന്നെ. ജസ്റ്റ് സോ ലൈക്ക് മേ ബി ദേ ഹാവ് ദെയർ ഫുഡ് ഓൺ ടൈം അല്ലെങ്കിൽ ലൈക്ക് ദേ സ്റ്റേ സൈലന്റ് ഫോർ സം ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഇവരുടെ സ്ലീപ്പ് അല്ലെ ഹെൽത്തിനെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ലൈക്ക് ഇറ്റ്സ് എഫക്ടിങ് ദം വെരി ബാഡ്ലി. ലൈക്ക് വൺ മേജർ തിങ് എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺസ് ദേ ജസ്റ്റ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ലൈറ്റ്. ഒരുപാട് ഫ്ലിക്കറിംഗ് ലൈറ്റ്സ് ആണ്. സോ ദേ ആർ എ മെയിൻ സോഴ്സ് ഓഫ് ദേ ട്രിഗർ സീജേഴ്സ്. അപ്പം ദാറ്റ് ഈസ് വൺ മേജർ കൺസേൺ ആക്ച്വലി. ഇപ്പം
And on top of that, like because they are used to this, they tend to sleep less, and obviously that's going to affect their growth. കാരണം children, അവരുടെ growth, the maximum growth happens during their sleep. The hormones, the growth hormones are a pulsar that releases during the sleep. So നമ്മൾ പറയുന്നത് on an average ഒരു കുട്ടിക്ക് like they need around 8 hours of sleep എന്ന് പറയും. So if that is compromised, obviously their growth is going to get affected. സോ അപ്പം ഈ പാരന്റ്സിനോട് സജസ്റ്റ് ചെയ്യാറുണ്ടോ ആക്ച്വലി ഇങ്ങനെ കിഡ്സ് ഇങ്ങനെയായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് വരുമ്പോൾ പറയാറുണ്ടോ ഫോൺ അല്ലെ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് നമ്മൾ പറയരുത്, നമ്മൾ ചീത്ത പറയും ഇല്ലേ. കാരണം നമ്മൾ രാവിലെ റൗണ്ട്സിന് പോകുമ്പോഴത്തേക്കും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫോണായിരിക്കും. അവർ ഫോൺ നോക്കിയായിരിക്കും ഇരിക്കുക. ലൈക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഫോൺ വേണം, കറിയാണെങ്കിൽ അവർക്ക് ഫോൺ വേണം. ആൻഡ് ദീസ് പീപ്പിൾ ഓൾസോ ലൈക്ക് കുട്ടികൾ ലൈക്ക് ബൈ ദ ടൈം ദേ ആർ 1.5 years ഓൺലി ദേ സ്റ്റാർട്ട് യൂസിങ് ഫോൺസ്. ദേ നോ ലൈക്ക് അവർക്ക് എന്താ വേണ്ടത്. ദേ ഗോ ടു യൂട്യൂബ്, ദേ വിൽ പിക്ക് ദ വീഡിയോ വിച്ച് ദേ വോണ്ട്. അവരതൊക്കെ യൂസ് ചെയ്യും, അവരതൊക്കെ കാണും. അപ്പം വി ടെൽ ദം, കാരണം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദം. കാരണം ദേ ആർ സീയിങ് ആ ചെറിയ സ്ക്രീനിൽ കാണുമ്പം ഇറ്റ്സ് ഗോൺ എഫക്ട് ദെയർ ഇത് എഫക്റ്റ് ആവും അത്. വി ഡോണ്ട് നോ ഓൺലി ഇപ്പം ജസ്റ്റ് നമ്മൾ ഈ ജനറേഷൻ വി ജസ്റ്റ് ബിഗൺ യൂസിങ് ഇറ്റ് ഇൻ എ വെരി ഏർലി ഏജ്. പ്രോബബ്ലി ഇഫ് യു ഫോളോ ദം അപ്പ് ഒരു 20-30 years ആകുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ടു നോ വാട്ട് ഇസ് ദ എഫക്ട് എന്നുള്ളത്. വി സ്റ്റിൽ ഡോണ്ട് നോ. ഈ സർട്ടൻ ഏജ് ഗ്രൂപ്പ്സിലുള്ള കിഡ്സിന് അല്ലെ ചിൽഡ്രന് ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ഉണ്ടോ? യെസ് ഉണ്ട്. ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ലൈക്ക് നമ്മൾ പറയുന്നത് മിനിമം 8 to 10 hours. ലൈക്ക് വെൻ എ ബേബി ഈസ് ബോൺ, അവർ 16 hours they sleep. ഒരു ന്യൂ ബോൺ ബേബി വിൽ ജസ്റ്റ് ഗെറ്റ് അപ്പ്, ക്രൈ, ടേക്ക് ദ ഫീഡ്, അത് കഴിഞ്ഞിട്ട് ദിൽ സ്ലീപ്പ് ഓഫ്. കാരണം ആ സ്ലീപ്പിംഗ് ടൈമിലാണ് ദേ ഗ്രോ. അപ്പം ഏറ്റവും കൂടുതൽ ബേബി വളരുന്നത് ആ ഫസ്റ്റ് ഇയറിലാണ്, ഇൻഫൻസിയിലാണ്. ഗ്രാജുവലി അവരുടെ ആക്ടിവിറ്റി കൂടുന്തോറും ലൈക്ക് ആ സ്ലീപ്പ് അവർ കുറയും. പക്ഷെ അഗൈൻ ലൈക്ക് ഒരു 3-4 years ആകുമ്പോഴത്തേക്കും ദേ നീഡ് അറ്റ്ലീസ്റ്റ് 8 to 10 hours ഓഫ് സ്ലീപ്പ്. എങ്കിൽ മാത്രമേ ഗ്രോത്ത് നന്നായിട്ട് നടക്കുള്ളൂ. സോ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കിഡ്സ് ആർ സ്ലീപ്പിംഗ് ലെസ്, അല്ലെങ്കിൽ പുറന്നതിന് തൊട്ട് മുമ്പ് തന്നെ സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു. അത് കാരണം അവർക്ക് അവർ ഡിസ്റ്റർബ് ആകുന്നു. അപ്പൊ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല, അപ്പൊ ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അങ്ങനെ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഒക്കെയാണ് യൂഷ്വലി ഇപ്പം ഒരു ട്രെൻഡ് ആയിട്ട് കണ്ടുവരുന്നത് കിഡ്സിലൊക്കെ? ലൈക്ക് ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ADHD പോലെയുള്ള കുറെ കാര്യങ്ങളിൽ. ലൈക്ക് ഭയങ്കര ദേ ബിക്കം വെരി അഗ്രസീവ്. ഫോൺ കൊടുത്തില്ലെങ്കിൽ ദേ ബിക്കം വെരി അഗ്രസീവ്. അവർ ടെമ്പർ ടാൻട്രംസ് കാണിക്കും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. അവർ ദേ ബിക്കം വെരി എന്താ പറയാ, ഒരു ഡിസൊബീഡിയന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അൺകൺട്രോൾ. അവർ പാരന്റ്സ് ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ ദം. ബിക്കോസ് അതൊരു ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് വൺസ് ബിക്കോസ് ദേ ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ. പാരന്റ്സിന് അവരൊരു കൺട്രോൾ ഇല്ലാത്തൊരു അവസ്ഥ വരും. So what we recommend is, unless like we have like Indian Academy of Pediatrics, we have certain guidelines. ഈ ഒരു ഏജിൽ like they are supposed to get only like half an hour of ഒരു ഏജ് ഗ്രൂപ്പിന് എത്ര മണിക്കൂർ ഇത് കൺസ്യൂം ചെയ്യാം എന്നുള്ളത്. ആൻഡ് ദാറ്റ് ടു അണ്ടർ പാരന്റൽ സൂപ്പർവിഷൻ, ദാറ്റ് ടു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് വി ഹാവ് ലേഡ് ഡൗൺ ഗൈഡ് ലൈൻസ്. അങ്ങനെ. സോ അതുണ്ട്. ലൈക്ക് ഇറ്റ് ഷുഡന്റ് എക്സീഡ് ലൈക്ക് 1 hour a day, അങ്ങനെയൊക്കെ. And that too, they particularly say it should be like 2 to 3 hours before their bedtime. കിടക്കുന്നതിന്റെ ഒരു 1 to 2 hours മുന്നേ like they are not supposed to watch ഇങ്ങനത്തെ എന്തെങ്കിലും. അപ്പൊ ഈ പർട്ടിക്കുലർ റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടാവും സ്ലീപ്പ് എൻവയൺമെന്റ് ഫോർ കിഡ്സ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും ഡോക്ടർ സൈഡിന് പറയാനുള്ളത്? ഇറ്റ് ഹാസ് ടു ബി ഒരു സൈലന്റ് എൻവയൺമെന്റ് ആയിരിക്കണം, ഡിംലി ലിറ്റ് ആയിരിക്കണം. അങ്ങനെ ലൈക്ക് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ലൈക്ക് ടിവിയും ഫോൺസും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ്സ് ദെയർ. സ്ലീപ്പ് ഹൈജീൻ ഇസ് എ കോൺസെപ്റ്റ്. സോ ഇപ്പം ഒരു റെഗുലർ ചെക്കപ്പിന് വരുന്ന ഒരു ചൈൽഡ് ആണെങ്കിൽ അത്രത്തോളം സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് അവരോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എത്ര പ്രാവശ്യം ഇങ്ങനെ പറയുന്നതായിട്ട് വരുന്നുണ്ട് ഒരു ചൈൽഡിനോട് റെക്കമെൻഡേഷൻ പറയാറുണ്ട്? Definitely, നമ്മൾ ഈ പറഞ്ഞ പോലെ like when you see somebody using a mobile in front of you, obviously we try to educate the parents. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. Like we make it a point. സാർ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? ഷുവർ. ഡോക്ടറുടെ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ ദ ലൈഫിനെ കുറിച്ച് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. സോ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ വേർ ഓർ എനി സിറ്റുവേഷൻസ് ദാറ്റ് കം ടു യുവർ മൈൻഡ് വിച്ച് in spite of doing this 36 hours or so, you really feel happy about what you do
and no, you're irrespective of whatever happens there, you're able to come back and probably sleep after those long hours of duty. ഇപ്പം സി നമ്മളിപ്പോ പറയാണ് 36 hours ഇസ് എ ലോങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ പോലും at the end of 36 hours sleep, see if you have done worthwhile, 36 hours, if you could have saved somebody's life, obviously you're very happy coming back. നമുക്ക് അതൊരു ഇതായിട്ട് തോന്നില്ല. തിരിച്ച് വന്നു കഴിഞ്ഞാൽ then probably like you'll just sleep off. പിന്നെ you'll get up next day morning. You will skip your dinner also. You wouldn't know. There were days when I've got up at 9 o'clock and I was like, അയ്യോ ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ എന്ന് വിചാരിക്കും. പിന്നെയാണ് you realize, അയ്യോ it's only 9 o'clock in the night. Okay, now I can have dinner എന്നുള്ളൊരു thought അപ്പോഴാണ് വരിക. You would have completely lost that sense of time. So our whole day, that day-night cycle only has gotten altered there. So it True, happens. true. And Mm. how how much of that has, you think that it has impacted your health and well-being? Um, Health impact in the see, I would say doctors, or I don't know about like senior doctors, at least resident doctors who are doing their post-graduation now, their health is at stake. കാരണം ഭയങ്കര like we are sleep deprived, food deprived, water deprived. കാരണം നമുക്ക് വെള്ളം കുടിക്കാൻ സമയം കിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. So ഈ night duties there are days when you eat at like 12 or 1 in the night. അങ്ങനെ ലൈക്ക് നമ്മൾ 9 മണിക്ക് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്കും വിൽ ഗെറ്റ് എ കോൾ. So it'll be some issue which doesn't get settled. അത്ര പെട്ടെന്ന് സെറ്റിൽ ആവുന്നതായിരിക്കില്ല. It will take some time. പിന്നെ നമ്മുടെ സീനിയർ കൺസൾട്ടൻസ്, ഐ മീൻ നമ്മുടെ സീനിയർ ദേ ആർ ഓൾസോ ലൈക്ക് വെരി എന്താ പറയുക, ദേ ആർ ഓൾസോ സപ്പോർട്ടീവ്. സംടൈംസ് ദേ വിൽ ടെൽ യു കി ഓക്കെ നൗ ഐ ടേക്ക് കെയർ, യു ഗോ ഹാവ് ഫുഡ് ആൻഡ് കം എന്ന് പറയുന്ന, ബിക്കോസ് ദേ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. സോ ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് ദർ ആർ പ്ലേസസ് വെർ ദേ ഡോണ്ട് ഈവൻ കൺസിഡർ ദാറ്റ്. സോ ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സീനിയേഴ്സ്. സോ ദാറ്റ് ഇസ് ദർ. I mean, in spite of all of that, do you feel ഒരു sleep deficit എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? Like in terms of your best productive time and your capability to perform at your best. ഒരു sleep deficit എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? സത്യമാണ്. ലൈക്ക് യു വിൽ ഫീൽ ഭയങ്കര സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ലൈക്ക് ആഫ്റ്റർ ഞാൻ പറയും 36 ഈ ഒരു ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്കും യു ആർ വെരി ടയേർഡ്. കാരണം ആൻഡ് ദാറ്റ് ടയർഡ്നെസ് ഇറ്റ് ഗെറ്റ് ക്യാരിഡ് ഓവർ ടു ദ നെക്സ്റ്റ് ഡേ ഓൾസോ. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറയും. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ഇൻ ഇന്ത്യ ഐ ഫീൽ. ലൈക്ക് ഐ ഡോണ്ട് നോ മച്ച്, പക്ഷെ ഐ ഫീൽ ഇറ്റ്സ് ഓൺലി ഇൻ ഇന്ത്യ ദറ്റ് എനിബഡി ഈസ് മെയ്ഡ് ടു വർക്ക് ദിസ് ലോങ്. അതർവൈസ് ഇഫ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് വെച്ചാൽ ഇഫ് ഇറ്റ്സ് ജസ്റ്റ് ഒരു നൈറ്റ് ഷിഫ്റ്റ് ആണ്, ലൈക്ക് ഇഫ് ഇറ്റ്സ് ഓൺലി ഫ്രം 8 in the night to 8 in the morning, like you'll be fresh. നമ്മൾ ഒരു ഫ്രഷ് മൈൻഡ് ഇട്ട് എൻ്റർ ചെയ്യും. സോ യുൽ ബി അറ്റ് യുവർ ബെസ്റ്റ്. പക്ഷെ അത് നമ്മൾ രാവിലെ തൊട്ടേ ഇഫ് യു ആർ ഡൂയിങ് ദിസ് യു വിൽ ബി ടയർഡ്. നമ്മുടെ മൈൻഡ് വിൽ ബി ഒബ്വിയസ്ലി ടയർഡ്. അപ്പോൾ യു വിൽ ലൂസ് യുവർ ആ ഒരു കപ്പാസിറ്റി ടു തിങ്ക്. ആ ഒരു ഫറ്റീഗ് വുഡ് ഹാവ് എഫക്റ്റഡ് യു സോ മച്ച്. സോ അപ്പം ആ ഒരു സ്ലീപ്പ് ഡിപ്രവേഷൻ ഇറ്റ് വിൽ എഫക്ട് ഓൺ യുവർ പ്രൊഡക്ടിവിറ്റി, ഇൻ യുവർ ജഡ്ജ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാം. You might know, you might not know. If somebody is there with you, okay, avarum like they'll help you out. ഒരു grave mistake ഉണ്ടാവാണ്ട് it will help. പക്ഷെ ഒരു small mistake can lead to a lot of problem. ഈ ഒരു concern, have you or your fellow doctors have brought it up saying that ഇത്രയും long schedules are like it is too much to do? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ? Of course, yes. Like നമ്മൾ നമ്മുടെ സീനിയേഴ്സിനോട് പോയി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇപ്പം നമ്മളെ ഫസ്റ്റ് ഇയറിൽ when we were doing like this 10 duties into this 36 hours, we were telling them like പറ്റുന്നില്ല. Or like ആ സമയത്ത് like we can't read. Like as a postgraduate you are expected to read about it, learn about it. പക്ഷെ like you can't. The next day you are only going back and sleeping because you have not slept the whole night yesterday. പക്ഷെ again the response was like this is the time when you work in the field and you get knowledge. ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ കിട്ടുന്ന നോളജ് ലൈക്ക് ദാറ്റ് വാസ് ദ ടൈം ടു ഗെറ്റ് ദാറ്റ്. പിന്നെ ലൈക്ക് ഇതേപോലെ ലൈക്ക് യു കാൺ ചേഞ്ച് ദ സിസ്റ്റം. ഒരാൾ ഇറ്റ് ഇസ് ദ സിസ്റ്റം എവറി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ വൺ പ്ലേസ്. ത്രൂ ഔട്ട് ഇന്ത്യ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ഓൾ റെസിഡൻസ് ആർ വർക്കിംഗ് ലൈക്ക് ദിസ്. ഏത് ഡിപ്പാർട്ട്മെന്റും ആയിക്കോട്ടെ, ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ദേ ഡു ലൈക്ക് ദിസ്. സോ സം പ്ലേസസ് ഇറ്റ്സ് ഇവൻ വേഴ്സ്. ലൈക്ക് they were like 3 ദിവസമൊക്കെ അടുപ്പിച്ച് they might work. അങ്ങനത്തെ there are places like that. So it's not new. It has been there since many years and it's not changed. I don't know if it will change in future also. It might just go on like that.
some change has to come, but I don't know from where that spark will start. I don't know. Probably, yeah, you should. I mean, we have to. ആ സിസ്റ്റത്തിൽ ഒരു True, ചേഞ്ച് കൊണ്ടുവരാൻ നോക്കണം. true. I mean, if I ask you to share about എന്താ പറയാ one best moment of your job, അത് എന്തായിരിക്കും? Um, I don't know. I mean, see, every day is a challenge. ഇപ്പം every day is a challenge. നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു നൈറ്റ് ഇപ്പം ഇൻ കേസ് ഐ കാണ്ട് റിമെമ്പർ എക്സാക്ട്ലി വാട്ട്, പക്ഷെ ഇഫ് ഐ ടെൽ യു, ഒരു നൈറ്റ് ഇതേപോലെ ഒരു കോൾ വന്നു, ഒരു ഡെലിവറി കോൾ വന്നു, ലൈക്ക് ബേബി ഈസ് ഗെറ്റിംഗ് ഡെലിവേർഡ്, ദ ബേബി ഹാസ് നോട്ട് ക്രൈഡ്, പക്ഷെ യു റിസസ്റ്റേറ്റ് ദ ബേബി, യു എന്താ പറയാ, യു ഡു ഓൾ ദ റിസസ്റ്റേഷൻ സ്റ്റെപ്സ്, യു ബ്രിങ് ദ ബേബി ടു ദ ICU, യു put the baby on a ventilator, then it's going to be a prolonged stay for the baby. പക്ഷെ when the baby goes out as a healthy baby, you become so happy. Like you feel like, okay, but just because I was there at that point, this baby was saved. പിന്നെ again, like we follow up these kids. അപ്പം ഒരു 1 month കഴിഞ്ഞ് വരുന്നു, 3 month കഴിഞ്ഞ് വരുന്നു, 9 month കഴിഞ്ഞ്, when the baby comes back as a very healthy baby, you see that baby smile and you feel like, okay, like I gave, I was a part of that, for this baby to survive. അറിയുമ്പം it's very, it's very rewarding. നമുക്ക് അതിലും കൂടുതൽ ഒരു സന്തോഷം വേറെ കിട്ടാനില്ല. So that is one good thing. So that is one thing which, uh, which makes you feel, okay, this sleeplessness is worth it എന്ന് തോന്നിക്കുന്ന ഒരു സമയമാണ്. But I'm not saying ഈ sleep deprivation വേണമെന്നല്ല, പക്ഷെ yeah, we are in a system where we are, helpless. പക്ഷെ these are moments where you feel, okay, like good, yeah, I've done something എന്നുള്ളത്. Good. കുറെ പാരന്റ്സ് പറയാറുണ്ടാവുമല്ലോ, ലൈക്ക് കുട്ടികൾ കറക്റ്റായ സമയത്ത് ഉറങ്ങുന്നില്ല എന്നോ, എസ്പെഷ്യലി ന്യൂ ബോൺസ്, റൈറ്റ്? ദ സ്ലീപ് സൈക്കിൾ വുഡ് ബി സോ ഡിഫറെന്റ്. രാത്രിയൊക്കെ എണീറ്റിരിക്കും, പകലിലൊക്കെ ചിലപ്പോൾ ഉറങ്ങും. ആൻഡ് what would you tell those parents, like, because their sleep is also getting impacted, Oh, right? yeah, this is funny. Okay, this is a real life situation actually. So what happens with these babies is, newborns, they don't know what is, they don't have clear vision. I mean, they don't have color vision. They have a black and white vision. So they don't know what is day, what is night. So when they're inside the womb, the mother will be walking around. Okay. So that time the baby has a cradle effect. So baby will be nicely sleeping during the daytime. So night, like when the mother is sleeping, the baby is awake. So what happens? The baby comes out is night, when the like babies come out now, the baby thinks it's, the baby is awake in the night. Okay. So and this, the parents, they find it so difficult because awake the whole night, and the mother who has just delivered, she is also very tired. അപ്പം ഇവർക്ക് രാത്രി ഉറക്കമേ ഉണ്ടാവില്ല. So they'll come like, കുട്ടി കരയാണ്, like what should we do എന്ന് പറയും. So അപ്പം what we say is, mother, you let her sleep. Somebody else just carry the baby in your arms and just walk around. ഈ വരാൻ വേണ്ടി ഈ മൂല തൊട്ട് ആ മൂല വരെ നടന്നു വരാൻ പറയും. And the baby will be calm. And we say, like, when the mother is sleeping in the morning, when the baby is sleeping in the morning, the mother also has to sleep in the morning. So we tell the mother, വീട്ടിൽ പോയിട്ട് ആരെങ്കിലും പണിയെടുക്കാൻ പറയുകയാണെങ്കിൽ, don't do it. Your job is to take care of the baby. So sleep when the baby is sleeping. Be awake when the baby is awake. അങ്ങനെ you just have to switch your cycle according to the baby's cycle. Okay. Good. Nitin, any other questions? Yeah, sure. So ഇങ്ങനെ വളരെ ലോങ് ഷിഫ്റ്റ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു കൈൻഡ് ഓഫ് ബേൺ ഔട്ട് ആയിട്ട് ഫീൽ ഉണ്ടാവും. അപ്പം ലൈക്ക് ഒന്ന് റിലാക്സ് ആവാൻ, മൈൻഡ് കൂൾ ആക്കാൻ പല ലൈക്ക് ട്രിക്സും കാര്യങ്ങളല്ല, മെഡിറ്റേഷൻ അല്ല, യോഗ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്, വർക്കിംഗ് ഔട്ട്, അതിനൊക്കെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി. മെഡിറ്റേഷനും യോഗയ്ക്കുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. Only thing that we do is we come back and we sleep. Next day morning we go back again. അങ്ങനെ next day evening, if you have time, I don't know, you'll probably sit and try to read something. And the next day again, it's your 36 hour shift again. ഞാനിപ്പോൾ എൻ്റെ റെസിഡൻസിനിടയിൽ അറ്റ്ലീസ്റ്റ് 3 times I've tried joining the gym. ഒരാഴ്ച പോകും, 2 ആഴ്ച പോകും, and you are tired, you are already tired by like രാവിലെ എണീക്കാൻ തോന്നില്ല. By the time you come back in the evening, you can't, you are already tired. ഇന്ന് തന്നെ ലൈക്ക് എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും I started limping. I got a pain in my hip. And like the people who were there, നൈറ്റ് ഉണ്ടായിരുന്ന അമ്മമാര്, they started in the morning, sir എന്ത് പറ്റി, sir you are limping എന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ.
സംടൈം ദേ ആസ്ക് യു, സാർ ഇനിയും പോയില്ല, ഇന്നലെ രാത്രി മൊത്തം ഇരിക്കുകയായിരുന്നു. അപ്പൊ വീട്ടിൽ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയും. So at least they feel sorry for you. And that is again, you feel like, oh, somebody is, feeling sorry for you. സോ ഈ ഒരു കുറെ നാളിപ്പോ ഇങ്ങനെ എമർജൻസി കേസൊക്കെ ചില വരുമല്ലോ, കാഷ്വാലിറ്റി കേസും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുമല്ലോ. അപ്പം അതിൽ വന്നതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഏതായിരിക്കും? Um, uh, it's a lot of cases. ഒന്നും വേണ്ട, ഒരു സിമ്പിൾ ഒരു സിമ്പിൾ ലൂസ് മോഷൻസ്, a prolonged loose motion can give, the child can be in severe dehydration. Okay. അപ്പം ചെറിയൊരു ബേബി ആണെങ്കിൽ, ലൈക്ക് ഇഫ് ഇറ്റ്സ് എ 10 kg ബേബി, ലൈക്ക് ഇഫ് ഇറ്റ് വുഡ് ഹാവ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് വാട്ടർ, അപ്പം ആ ബേബിനെ റീഹൈഡ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് പോലും ലൈക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, എസ്പെഷ്യലി ഇൻ മൈ സെറ്റപ്പ് വേർ ഇറ്റ്സ് എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നമുക്ക് അങ്ങനെ ലൈക്ക് യു ഡോണ്ട് ഹാവ് ഹൈഫൈ തിങ്സ് ആൻഡ് ഓൾ. ലൈക്കും അപ്പം നമ്മൾ ആ ഫ്ലൂയിഡ് റേറ്റ് പോകുമ്പം ലൈക്ക് യു ഹാവ് ടു സിറ്റ്. ഒരു മണിക്കൂറിൽ 40 ml പോകുന്നെങ്കിൽ ഐ കം ആൻഡ് ചെക്ക് എവറി അവർ 40 ml തന്നെയാണോ പോയത്, 40 ml പോയെന്ന് നോക്കും. ലൈക്ക് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാലും, ഈവൻ ഇഫ് ഐ ഹവ് ഗോൺ ബാക്ക് ടു സ്ലീപ്പ്, എനിക്ക് ഉറക്കം വരില്ല. ഐ വുഡ് ഹവ് ജസ്റ്റ് ഗോൺ ബാക്ക്, ലൈക്ക് ഓക്കെ ഫൈൻ. ഒരു പക്ഷേ ലൈക്ക് ഐ എം ലൈക്ക് ഓക്കെ, ഓവർ ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവില്ലേ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗോൺ പ്രോപ്പർലി, ദ ബേബി ഈസ് അഗൈൻ ഇൻ ട്രബിൾ. കൂടുതൽ പോയാലും ദ ബേബി ഈസ് ഇൻ ട്രബിൾ. അപ്പം ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ ബിഹൈൻഡ് യുവർ മൈൻഡ്. ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? സോ യു വോണ്ട് ഗെറ്റ് പീസ്. നമുക്കൊരു ഭാഗത്ത് സമാധാനമായിട്ട് പോയി ഇരിക്കാൻ പറ്റില്ല. യു വിൽ ബി ലൈക്ക് ഓൾ ദ മോർ ആ ഒരു അഡ്രിനാലിൻ, നമ്മൾ അതേപോലെ ലൈക്ക് ഒന്ന് പോയി കിടക്കാന്ന് പറയുമ്പോൾ ആയിരിക്കും ലൈക്ക് ഓക്കെ വി ഹാവ് സെറ്റിൽഡ് എവറിത്തിങ്, ഓക്കെ നൗ ഐ ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക്, ഒരു 2 hours എങ്കിലും ഉറങ്ങാന്ന് പറയുമ്പോഴത്തേക്ക് ഈ കേസ് വരിക. ആൻഡ് ദ സിക്ക് കേസസ് ദേ ഓൾവേസ് കം ഇൻ ദ നൈറ്റ്. Never a parent will bring a sick child to you in the morning. They're like, because the parents are also, they'll just push it till evening, and only when they feel okay, ഇനി ഒന്നും നടക്കില്ല എന്ന് കാണുമ്പോഴായിരിക്കും they'll bring the baby. The baby would have been so sick now that your sleep is gone. അങ്ങനെ. So we always, അതും ലൈക്ക് ഇപ്പം രാത്രി എന്റെ ഡ്യൂട്ടിയിലാണ് വരുന്നെങ്കിൽ ലൈക്ക് the first thing I do is I scold them. Like, what were you doing till now? Like, അപ്പം അവിടെ ലൈക്ക് ഒരു കൗൺസിലിംഗ് സെഷൻ നടക്കും. We tell them like, see, if your baby has some problem, in the mild problem, you come in the morning, just check, show the doctor and go back. Get the medicines for the night and go back. Not just like, bring the baby, sick to the casualty. ഇപ്പം യങ് ചൈൽഡിന് ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സ്ലീപ്പ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അത് കാരണം മൂലം ഈ സ്ലീപ്പിന്റെ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ സ്ലീപ്പിന് കിട്ടാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഈ ADHD പോലുള്ള ഡിസോർഡേഴ്സ് വരുമ്പോൾ പീപ്പിൾ യൂഷ്വലി ടെൻഡ് ടു വെയിറ്റ്, ലൈക്ക് കുറെ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് വളർന്നു വരുന്നതിന് ഒരു പാട്ടായിരിക്കും എന്ന് വിചാരിച്ച് ലൈക്ക് ദേ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയിട്ടേ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. സോ അതിനെന്താണ് ഡോക്ടറിന്റെ ഒരു അഡ്വൈസ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ലൈക്ക് അത് ഇതേപോലെ ലൈക്ക് യു ഷുഡ്, അവരുടെ ചേഞ്ചസ് യു ഷുഡ് മേക്ക് an effort to identify it in an early stage and bring and show the child. എത്രയും പെട്ടെന്ന് തന്നെ ലൈക്ക് യു ഷുഡ് സീക്ക് മെഡിക്കൽ അഡ്വൈസ്. എന്തെങ്കിലും ചെറിയൊരു ഇഫ് യു സീ ദർ ഇസ് സം ഡിഫറൻസ് ഇൻ ദെയർ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടെന്ന് കണ്ടാൽ ഡെഫിനറ്റ്ലി യു ഷുഡന്റ് വെയിറ്റ് ഫോർ ലോങ്. ബിക്കോസ് വി ആർ ഇൻ എൻ എറ വേർ ദർ ആർ ഇനഫ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എവറിവെയർ. പണ്ടത്തെ പോലെ എന്താ പറയാ, ഒരുപാട് ബസ് പിടിച്ച് കഷ്ടപ്പെട്ട് പോകേണ്ട ഒരു അവസ്ഥയിലല്ല. സോ ഹലോ. സോ ഇങ്ങനെ ഈ ലോങ് ഷിഫ്റ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ കൊളീഗ്സിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഹെഡ്സ് നല്ലോണം ഇഷ്യൂ ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ MBA പഠിച്ചിട്ട് തന്നെ ചില പിള്ളേർക്ക് കുറെ നാൾ ഇങ്ങനെ എന്താ പറയാ എക്സാം വരുമ്പം കുറെ ഇങ്ങനെ ലോങ് ഷിഫ്റ്റ് രാത്രി പഠിച്ചിട്ട് അവർക്ക് ഹെൽത്തിന് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നു, എന്താ പ്രഷർ കുറയുന്നു, എന്നിട്ട് അത് അൺകോൺഷ്യസ് ആവുന്നു, വെച്ചോണ്ട് പോകുന്നു, അങ്ങനെ കുറെ ഇഷ്യൂസ് വന്നു. അതുപോലെ അവിടെയും വന്നിട്ടുണ്ട്. ഇപ്പം കുറെ ലോങ് ഷിഫ്റ്റ് 36 hours ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം സ്ട്രെയിനേഴ്സ് ആണെന്ന് അറിയാം ബോഡിയിൽ. അങ്ങനെ കൊളീഗ്സിന് ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? എന്റെ colleagues, I don't know, but I've heard of somebody who has got a BP glutathione. Like, there's a condition called hypertensive encephalopathy, where the BP glutathione has affected your brain because of ആ സ്ട്രെസ്സും ആ ഉറക്കമില്ലായ്മയൊക്കെ കൊണ്ട് അങ്ങനെ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട്. ആൻഡ് ദറ്റ് പേഴ്സൺ ഹാഡ് ടു ലൈക്ക് ഓൾമോസ്റ്റ് ഡിസ്കണ്ടിന്യൂ ദ കോഴ്സ് എന്നുള്ളൊരു വരെ എത്തിയിട്ടുണ്ട്. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന കേസ് വരുന്നുണ്ട്. യെസ്, കാരണം അതർവൈസ് ഓൾസോ കുറെ പേർക്ക് ദേ കാൺട്ട് ഗോ ത്രൂ ദിസ് സ്ട്രെസ്. ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ എവറിബഡി. കാരണം ഈ ഒരു സ്ട്രെസ് കൂടെ കടന്നു പോകാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഈ സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ എന്താ പറയാ ഇത്രയും ഈ ഒരു ഇത്. സോ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വിൽ ലീവ് ഇറ്റ് മിഡ് വേ ആൻഡ് ഗോ.
ഞാൻ യൂഷ്വലി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവിടെ വായിച്ചു എന്ന് തോന്നുന്നു, ലൈക്ക് പീപ്പിൾ ഹു ഗോ ടു ദിസ് നൈറ്റ് ഷിഫ്റ്റ്സ് ആൻഡ് എവറിങ്, അവർ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഉറങ്ങാൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോ അവർ ഭയങ്കര ടയർഡ് ആണെങ്കിലും എക്സോസ്റ്റഡ് ആണെങ്കിലും ബെഡിൽ കിടന്നാൽ ചിലപ്പോൾ ഉറക്കം വരില്ല. ആൻഡ് ലൈക്ക് റിസോർട്ട് ടു സംതിങ് ലൈക്ക് സ്ലീപ്പിംഗ് പിൽസ് അല്ല എനി കൈൻഡ് ഓഫ് ലൈക്ക് സ്ലീപ്പിംഗ് എയ്ഡ്സ് സംതിങ് ലൈക്ക് ദാറ്റ് ദേ യൂസ് ടു ഗെറ്റ് എ ബെറ്റർ സ്ലീപ്പ്. അപ്പം അങ്ങനെ ഒരു ലൈക്ക് ബാഡ് ഹാബിറ്റിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ നമുക്ക് ഒത്തിരി നാൾ ഇങ്ങനെ ഉറക്കം ഇല്ലാണ്ട് ഇത്തരം പോകും. യെസ്, ഡെഫിനറ്റ്ലി. അത് യൂഷ്വലി ഈ ഒരു സിനാരിയോ കാണുന്നത് എക്സാമിന്റെ ഒക്കെ ടൈമിലാണ്. ലൈക്ക് വെൻ യു ആർ ആ ഒരു എക്സാമിന്റെ സമയത്ത് യു ആർ അഡ്രിനാലിൻ ഇസ് സോ മച്ച്, യു ഹാവ് ദറ്റ് അഡ്രിനാലിൻ റഷ് ഉണ്ടാവും. സോ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമിന്റെ തലേന്ന് ലാസ്റ്റ് എക്സാം തലേന്ന് യു വിൽ ബി ലൈക്ക് ഓക്കെ ടുമോറോ മോർണിംഗ് ഐ എം ഗോയിങ് ടു സ്ലീപ്പ് എന്നായിരുന്നു പറഞ്ഞിട്ട് നമ്മൾ പോവുക. ബട്ട് ദെൻ ദാറ്റ് ഈവനിങ് യു കാൺ സ്ലീപ്പ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഉറങ്ങാൻ ശ്രമിച്ചാലും യു കാൺ സ്ലീപ്പ് ബിക്കോസ് നമ്മുടെ ഹോർമോൺസ് ആർ കാരണം ഇറ്റ്സ് ജസ്റ്റ് യൂസ് ടു റിലീസിങ് സോ മച്ച് ഹോർമോൺസ് in the night that it's happening the next day. So നമ്മുടെ ബോഡിയും it just gets used to like whatever നമ്മൾ ഈ പോകുന്ന വഴിക്ക് ബോഡിയുടെ സിസ്റ്റം it tries to adapt in the same way. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് it can't change. So long run it will affect that also. സോ അജിത്ത് നിനക്ക് ചോദിക്കാനല്ലോ? യാ, സോ ഡോക്ടർ, ഇപ്പം ഡോക്ടർ ഒരു ലൈറ്റ് സ്ലീപ്പർ ആണോ ഡീപ്പ് സ്ലീപ്പർ ആണോ? I don't know. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഡ്യൂട്ടിയിലാണെങ്കിൽ വേറെ ലൈറ്റ് സ്ലീപ്പർ. കാരണം എന്റെ ഫോൺ റിങ് ചെയ്താൽ അയില്ലോ റിങ് ചെയ്യണ്ട, അതിന് മുന്നേ ലൈക്ക് അയക്കിടാം. പക്ഷെ അതേസമയം ലൈക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് ലൈക്ക് എന്റെ മനസ്സിൽ ലൈക്ക് ഇഫ് ഐ നോക്കി ഇന്ന് എനിക്ക് കോളൊന്നും വരാൻ പോകുന്നതാണെങ്കിൽ രാവിലെ നമുക്ക് യു മസ്റ്റ് ഹാവ് ഗോട്ട് 2-3 കോൾസ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഐ വുഡ് നോട്ട് ഹാവ് ആൻസർഡ് ബിക്കോസ് ഐ നോ ബിക്കോസ് ഇറ്റ്സ് നോട്ട് മൈ ഡ്യൂട്ടി ടുഡേ. എനിക്ക് കോൾ ഐ എം നോട്ട് ആൻസറബിൾ ടു എനിബഡീസ് കോൾസ്. അങ്ങനെ. Yeah, so it's a light sleeper and deep sleeper. It depends on the situation. ഗുഡ്. അപ്പം ഇതേപോലെ ചിൽഡ്രൻസിൻ്റെ കാര്യം പറയുമ്പം കുട്ടികൾ സ്റ്റാർട്ടിങ് സ്റ്റേജസ് മീൻസ് ഫ്രം ദി ബർത്ത് കഴിഞ്ഞിട്ട് ഒരു മേ ബി ഒരു ഏജ് 1 to 10 ആ ഒരു ഏജ് റേഞ്ചിൽ അവർക്ക് ഇതേപോലത്തെ സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ടാവും. ലൈക്ക് ആർ ദേ ലൈറ്റ് സ്ലീപ്പർ, ഡീ സ്ലീപ്പർ, അതർവൈസ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ കാരണം കൊണ്ടാണോ നമ്മളൊരു ലൈറ്റ് സ്ലീപ്പറും ഡീ സ്ലീപ്പറും ആയി മാറുന്നത്? അങ്ങനെ ഡസ് ഇറ്റ് ഡിപ്പെൻഡ്? അങ്ങനെയില്ല. ലൈക്ക് സി അവർ ഈ പറഞ്ഞ പോലെ ലൈക്ക് ആ ഒരു നമ്മൾ ആ ഒരു ഉറങ്ങുന്ന 8 hours ലൈക്ക് ദർ ഇസ് ദിസ് NREM സ്ലീപ്പും REM സ്ലീപ്പും ദ സൈക്കിൾ ജസ്റ്റ് ഗോസ് ഓൺ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് REM സ്ലീപ്പ് ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ്. So if you are not continuously sleeping for 4 to 5 hours, you don't get that REM sleep. So that cycle it continues. That's why we say like you need to get enough hours of continuous sleep എന്ന് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പം ഡോക്ടറിൻ്റെ ഈ മീൻസ് കരിയറിൽ ഇപ്പം ചിൽഡ്രൻസിൻ്റെ കാര്യത്തിൽ എത്ര ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞാൽ എത്ര കേസസ് ആയിരിക്കും സ്ലീപ്പ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്? ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞാൽ ലൈക്ക് ഇഫ് യു കുഡ്. No, I have not come across like sleep related ആയിട്ട് like I have not seen any case as such. സ്ലീപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് their complaint is usually like they're not sleeping because കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് like they're not going to sleep early. അത് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള കംപ്ലൈന്റ് തന്നെയാണ്. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ that's what even my sister will say like if you leave him to be awake. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് I remember 10 മണിന്ന് സമയം ഉണ്ടെങ്കിൽ I would have gone and slept because എൻ്റെ ടൈം അതായിരുന്നു. ഇപ്പം ബിക്കോസ് ദേ ഹാവ് ദിസ് ഫോണും കാർട്ടൂണും വീഡിയോസും യൂട്യൂബ് വീഡിയോസും അതുകൊണ്ട് ലൈക്ക് ദേ വിൽ ബി ലൈക്ക് ടെംപ്റ്റഡ് ടു സിറ്റ് ആൻഡ് വാച്ച്. അപ്പം നൈസ്ലി ദേ സിറ്റ് ആൻഡ് ദേ വുഡ് വോണ്ട് ടു വാച്ച് ദാറ്റ്. അപ്പം നമ്മൾ യു ഹാവ് ടു ഫോഴ്സ് ദം ടു ഗോ ടു സ്ലീപ്പ്. അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് വരേണ്ട സ്ലീപ്പ് ദേ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. അങ്ങനെ they don't want to go to sleep. They just want to sit and watch all this. ഓക്കെ. ഇപ്പം സോഷ്യൽ മീഡിയ ടൈമാണ്. നമുക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില സമയത്തൊക്കെ നോക്കുമ്പം കുറേ സ്ലീപ്പ് മെത്തേഡ്സൊക്കെ പറയും. ചിലവരൊക്കെ പറയും 8 മണിക്കൂർ കണ്ടിന്യൂസ് സ്ലീപ്പ് ചെയ്യുക, ചിലവർ പറയും 6 hours മതി. സംവൺ ഈവൻ സേസ് ലൈക്ക് 4 hours ഈസ് എനഫ്. സോ ഡോക്ടറിൻ്റെ അനുസാരം ലൈക്ക് ഈസ് ഇറ്റ് ഗുഡ് ദാറ്റ് പീപ്പിൾ സ്ലീപ്പ് ഫോർ ലോങ് ഹവേഴ്സ് ഓർ ഇപ്പം മോഡേൺ മെത്തേഡൊക്കെ ചിലവരൊക്കെ പറയണതെന്ന് പറഞ്ഞാൽ സ്ലീപ്പിനൊക്കെ ഡിവൈഡ് ചെയ്ത് കിടന്നുറങ്ങിയാലും നല്ലൊരു ബെറ്റർ സ്ലീപ്പ് ചിലപ്പം കിട്ടാമെന്നാണ്. സോ അക്കോർഡിംഗ് ടു യു വാട്ട് ഷുഡ് ബി ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ യു ഓർ ഫോർ അതേഴ്സ്?
I don't know. I don't know if I'm the right person to say this, but as far as I know, like our physiology അനുസരിച്ചിട്ട് that's right. ഇപ്പോൾ ഈ REM sleep കിട്ടണമെങ്കിൽ you need to sleep for continuously 4 hours. ഓ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു and it lasts for a very it's the shortest duration sleep. So if you want that, you need to at least have ഒരു 6 to 8 hours continuous sleep ഉണ്ടെങ്കിൽ that whole cycle will go on. നടുക്ക് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്താൽ ദറ്റ് സൈക്കിൾ ഹാസ് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗൈൻ സോ യു മൈറ്റ് എൻഡ് അപ്പ് നോട്ട് ഗെറ്റിംഗ് ദ REM sleep. യാ So that again, it's gonna affect your productivity അല്ലെങ്കിൽ ആ rest, that proper rest you won't get. So next day you might end up getting fatigued. ഇപ്പം നമുക്കറിയാം ഇപ്പം സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു എമർജിങ് ട്രെൻഡാണ്. ഒരു ടെക്നോളജീസൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് ബൂമിങ് ആണ്. സോ ഇൻ ദാറ്റ് സെൻസ് ഇപ്പം ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സിന് വേണ്ടി ഒരു ബെറ്റർ സപ്പോർട്ട് ഒരു വൺ തിങ് എന്തായിരിക്കും കുറച്ചും കൂടെ നല്ല ബെറ്ററായിരിക്കും? മീൻസ് വൺ തിങ് യു വിഷ് ഹോസ്പിറ്റൽസ് ഡിഡ് ടു സപ്പോർട്ട് ബെറ്റർ സ്ലീപ്പ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഒരു ബെഡ്ഷീറ്റും ഒരു തലാണിയും. I'm telling you, കാരണം ഞാനിപ്പം ലാസ്റ്റ് I think I was on duty on Sunday. So when I went to my duty room, there are around, it's a common male PG room. So where എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും people they come to sleep in the night. So that day I went and there were no bed sheets. They were like നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന പോലെ it was the same that plastic ഇതുപോലത്തെ ബെഡ് ഉണ്ടായിരുന്നു. And there was no single pillow. ഓക്കെ, അപ്പം എനിക്ക് ബേസിക്കലി ബെഡ്ഷീറ്റ് ഇല്ല, പില്ലോ ഇല്ല. ബട്ട് ദെൻ ലൈക്ക് ആ ഒരു വാട്ട് എവർ 3 or 4 hours I could sleep that day. അങ്ങനെ കിടന്നു. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ ഇൻഫോംഡ് നമ്മുടെ ലൈക്ക് ഹർ വാസ് കൺസേൺഡ്, ഞങ്ങളൊരു മാം ഉണ്ട്. സോ ഐ ഇൻഫോംഡ് മാം ബോയ്സ് റൂമിൽ ദർ ഇസ് നോ ബെഡ്ഷീറ്റും പില്ലോ ഇല്ല എന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് ഇന്ന് രാവിലെ when I met ma'am, she was like, Ajay, I have arranged for it, they'll do it. പക്ഷെ just tell your colleagues to just keep it that way, മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. So in the evening, like, she's sending me a picture of all the beds having a bedspread and pillows, and I felt so happy. So that's what. അപ്പം ഞാൻ like എൻ്റെ മനസ്സിൽ പോയ തോട്ട് പ്രോസസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, when we can do so much for your പേഷ്യൻസിനുള്ള ബെഡ് it gets changed every day, the bedspreads get changed every day, അവർക്ക് they get pillows and everything. അന്ന് രാത്രി കഷ്ടപ്പെടുന്ന ഡോക്ടർക്ക് ലൈക്ക് somehow എവിടെയോ സംതിങ് ഇസ് മിസ്സിങ്, ലൈക്ക് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ സ്റ്റേറ്റ് എവറിവെയർ, എല്ലാവരുടെയും അങ്ങനെ ആവണമെന്നില്ല. ബട്ട് ചിലപ്പം ഇവിടെ ഇറ്റ്സ് ബിക്കോസ് നോബഡി ഹാസ് വോയിസ്ഡ് ഇറ്റ് ഔട്ട്. ഇപ്രാവശ്യം അത് വോയിസ് ഔട്ട് ചെയ്തത് കൊണ്ട് ഐ ഗോട്ട് ദറ്റ് ബെഡ്ഷീറ്റ് ആൻഡ് പില്ലോ, ഐ എം വെരി ഹാപ്പി. അപ്പം നമ്മുടെ അവകാശം എന്നുള്ളത് ലൈക്ക് വി ഷുഡ് ഫൈറ്റ് ഫോർ ഇറ്റ്. ലൈക്ക് 3 or 4 hours of sleep is precious for me, and that is luxury for me. അപ്പം ലൈക്ക് ഐ വാണ്ട് ഇറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടി, ആൻഡ് ദാറ്റ് ഇസ് that adds to my happiness. Yeah, actually ഇപ്പം 4 hours sleep, like you have said, sleep is a luxury. In that sense, ഇപ്പോഴുള്ള മോഡേൺ സ്ലീപ്പ് ടെക്നോളജീസോ ഓർ അതർവൈസ് സ്ലീപ്പ് പ്രൊഡക്ട്സ് വിച്ച് എൻഹാൻസസ് സ്ലീപ്പ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ലൈക്ക് സ്ലീപ്പ് മാട്രസസ് ഉണ്ട്, സ്ലീപ്പ് മാസ്ക് ഉണ്ട്. വാട്ട് ഡു യു തിങ്ക്? ആയിട്ടോ, ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരു എനിക്ക് ആ ലക്ഷ്യം, എനിക്ക് ആ ഒരു ബെഡ്ഷീറ്റും തലടയും മതി. അതിന് മുകളിലോട്ട് ചിന്തിച്ചിട്ടില്ല. ഫോർ മീ ദാറ്റ് തലാട ആൻഡ് ബെഡ്ഷീറ്റ് ഇസ് ഓൺലി the most ഇത്. So yeah, maybe it would help. I think it would help. I don't know if somebody is finding, like, there are people who finds it very difficult to sleep. I mean, it's not എന്താ പറയുക, നമ്മൾ ചിലർ ലൈക്ക് they just might brush it off saying അങ്ങനെ ഒരു സംഭവമില്ല, നീ ചുമ്മാ കണ്ണടച്ച് കിടന്നാൽ മതി, അല്ലെങ്കിൽ പാട്ട് കേട്ട് കിടന്നാൽ മതി. ബട്ട് it's not a joke. I don't know എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. It is a disease തന്നെയാണത്, where not being able to sleep. So if there is something that can help for it, obviously it has to be എന്താ പറയുക, it has to come out. People should be made aware of it, like making any options ഉണ്ട് എന്നുള്ളത്. Yeah. Over to you, Nidhi. You can't. ഞങ്ങൾ ഈ പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് സ്റ്റഡി സ്ലീപ്പ് എന്ന് എടുക്കാൻ തന്നെ കാരണം ബിക്കോസ് ഇന്ത്യ ഇസ് ലൈക്ക് ദ സെക്കൻഡ് മോസ്റ്റ് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് കൺട്രി റൈറ്റ് ആഫ്റ്റർ ജപ്പാൻ. പിന്നെ പല സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നു അറൗണ്ട് ലൈക്ക് ഓവർ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ലൈക്ക് പീപ്പിൾ ലൈക്ക് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും ദാറ്റ്
ലൈക്ക് വി കനോട്ട് ഗോ വിത്തൗട്ട് സ്ലീപ്പ് ഫോർ മോർ ദാൻ 5 days. പക്ഷേ ഫുഡും വെള്ളവും ഇല്ലാണ്ട് മേ ബി ഒരാഴ്ച വരെ പോകും. പക്ഷേ സ്ലീപ്പ് ഇല്ലാണ്ട് വി കാണ്ട് ഗോ ബിയോണ്ട് ലൈക്ക് എ പർട്ടിക്കുലർ ത്രഷോൾഡ്. ഒരു 3 to 5 days അല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ഈ സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പം വരുന്നൊരു ട്രെൻഡിൽ കുറഞ്ഞു വരിക. ആൾക്കാർ പിന്നെ ഒരു ഗ്രൈൻഡ് കൾച്ചർ അങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് എത്രത്തോളം ലൈക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ ഓവറോൾ വെൽബീങ്ങിനെ ബാധിക്കുന്നു എന്ന് ഡോക്ടറിന് തോന്നുന്നുണ്ട്? Yeah, yeah. Uh, അല്ല ലൈക്ക് ദിസ് ഇസ് വൺ സ്റ്റോറി വിച്ച് ഐ ഹേർഡ്. ലൈക്ക് ഈ കുറ്റവാളികള് പോലീസുകാർ, ഐ ഡോണ്ട് നോ, എനിക്ക് ഇതിന്റെ ഒത്തൻസിറ്റി അറിയില്ല. ഐ ഹേർഡ് ദിസ് സ്റ്റോറി ഫ്രം മൈ മദർ. സോ അവരിങ്ങനെ വെൻ ദേ വോണ്ട് ടു ടേക്ക് ദ ട്രൂത്ത് ഔട്ട് ഓഫ് ദം, വാട്ട് ദേ ഡു ഇസ് ദേ ഡോണ്ട് ലെറ്റ് ദം സ്ലീപ് ദ ഹോൾ നൈറ്റ്. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ദേ കാണ്ട് ഹോൾഡ് ഇറ്റ്. ദിൽ ബി ലൈക്ക് വെള്ളം കൊടുക്കാണ്ട് ദേ ക്യാൻ സ്റ്റേ, ഭക്ഷണം. പക്ഷേ ലൈക്ക് ഒരു 3-4 ദിവസം ലൈക്ക് ദറ്റ് പേഴ്സൺ ഇസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്, ഹി കാണ്ട്. അപ്പം ദാറ്റ് ഷോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പ് ഇസ്. ജസ്റ്റ് ലൈക്ക് ഹൗ യുവർ വാട്ടർ, എയർ എന്താണെങ്കിലും അതേപോലെ തന്നെ ഇറ്റ് ഈസ് ആസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ്. Doctor, lot of people think that നമ്മുടെ ലൈഫിന്റെ ഒരു 1/3 you spend sleeping, right? അപ്പോൾ a lot of people Yeah, even of course. 24 hours, 8 hours you have to sleep. So it is 1/3 of your life. right? So അതിൽ കുറെ പേര് ചിന്തിക്കാറുണ്ട് that is not productive, like they are not able to being productive, and a lot of people kind of really carry that as a ഞാൻ ഇത്രേ ഉറങ്ങുന്നുള്ളൂ, like maybe some top leaders and all, they say that okay, I'll only sleep this much, I have to be this productive and all of that. അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ തോട്ട് പ്രോസസ്, is it really um, helpful for a country like India where its main resource is its human capital? So what are your thoughts in terms of people who think sleep is like not a priority? No, I think it's very bad to think in that way, because if you have to be productive, if your mind has to work, you have to sleep. Okay. And if your mind has to work, you have to be happy. Happy ആയിരിക്കണമെങ്കിൽ you need to have food, you need to have sleep, you need to have water. എല്ലാം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ you will be happy, only then you will be productive. So if you lack in any of this, it is going to hamper your productivity. It's gonna hamper the whole development of the nation, if you consider humans as the, humans are like, we are the biggest resource. Like, you should bring in ways we can enhance this resource. So like, we should start from ourselves. Nation building has to start from like നമ്മുടെ health building തന്നെ start ചെയ്യണം. So അതിന് like you should prioritize their health, their sleep, എല്ലാം. ഇതുപോലെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, like in some of the countries they kind of encourage what is that, afternoon naps and all. കുട്ടികളായിക്കോട്ടെ, sometimes even for adults they kind of recommend that. What are your thoughts around that? Is it really good, helpful? I know നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് when you're in your kindergarten or something, like those people would put you to sleep, right? I mean, when we are That in is that again age. the same. It's the same. What do you say? Same principle ആണ്. Like, children, smaller kids, they have to sleep more so that they grow more. Hmm. അങ്ങനെ. About ഈ പവർ നാപ്പിനെ കുറിച്ച്, even I don't know. Like, it is effective for some people, they say. But if you ask me personally, like, when I was preparing for, like, throughout my life, like, I had to go through a lot of exams. So ഏത് എക്സാം ആണെങ്കിലും, like, what I do is, like, afternoon I used to take a nap, or 1 hour nap, so that like I get up, and again, like, രാവിലെ you would have started around 8, you would read till 1, and then you'll have lunch probably till 2 to 3, you'll take a break, you take a nap, and then again when you get up, you're again fresh, so that like you can again, like, you are productive for the rest of the day. But continuous side, if you're doing it the same thing very monotonously, you might probably, like, again, that fatigue will set in, and you will get interest ഉണ്ടാവില്ല, you'll get tired fast. It might help, I don't know, like, some people might disagree with me, പക്ഷെ എനിക്ക് personally, like, I have that feeling if I've slept. So like, I used to tell, like, in my preparation, ഇപ്പം എൻ്റെ final exam preparation ആണെങ്കിലും, like, I used to take that 1 hour break so that I can sit a little longer in the night. കാരണം എനിക്ക് I'm not an early bird, like, എനിക്ക് കുറച്ച് late ആയിട്ട് എണീറ്റാലും, so I could sit a little longer in the night. So that it kind of helped me. Okay. Over to you.
പ്രിറ്റി ഷുവർ ഡോക്ടർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഈ റീസെൻ്റ് ആയിട്ടുള്ള ടൈംസിൽ ഇങ്ങനെ കിഡ്സിനൊക്കെ സ്കിൻ അലർജീസ് അല്ല സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതും ഈ കോട്ടൺ ക്ലോത്ത്സ് അല്ലെങ്കിൽ എന്താ പറയുക മോർ സിന്തറ്റിക് ഡൈസ് ഉപയോഗിച്ചുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻഡ്യൂസ് ആകാൻ ചാൻസ് ഉള്ള കാര്യമല്ലേ. അപ്പോൾ ഈ ഓർഗാനിക് കോട്ടൺ അല്ലെങ്കിൽ വെറും കോട്ടൺ ക്ലോത്ത്സ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കില്ല മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്. Yes, I don't know. I'm very recent to this branch, പക്ഷേ I am seeing a lot of cases. Like നമ്മൾക്ക് ഇവിടെ നമ്മൾ ഒ പി ഡിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു 70% of all the pediatric cases are some dermatological issue. അല്ലെങ്കിൽ it's an allergic issue. It's probably like it could be in the form of allergic dermatitis. അല്ലെങ്കിൽ asthma. Like I don't know. Probably like എൻ്റെ seniors they would be the best people to tell about it because they've been in this field for a very long time. പക്ഷെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ like it's a lot of asthma cases that has gone up in the last few years. Definitely, it could be a factor. നമ്മളാണെങ്കിൽ നമ്മൾ പറയും like you should make them wear only cotton clothes, light clothes, seasonal ancestral clothes. അങ്ങനെ like we advise them. അപ്പം ഇപ്പം എന്താ പറയാ ഈ woolen clothes and all like they're all allergens. So contact dermatitis പോലെ like they can lead to a lot of issues. അപ്പം it's the best. Like natural products ആണെങ്കിൽ is always the best. കാരണം body will have the least reaction to it. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ് സർ. ലൈക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നുള്ളൂ. പ്രിറ്റി ഷുവർ കാണുന്ന എല്ലാവർക്കും ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. സോ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് ഇൻ ദിസ് ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് സ്ലീപ്പ് പോഡ്കാസ്റ്റ്. Thank you so much for having me. I don't know, like I'm also a beginner in the field. So whatever little knowledge I have, like in the area that I've shared with you, if somebody finds it helpful, like I'm happy. Thank you so much. Okay. സ്ലീപ്പ് പോഡ്കാസ്റ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും പോഡ്കാസ്റ്റിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. സോ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് എപ്പിസോഡ്.